എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തക്കാളി ചെടിയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണല്ലോ വാട്ടരോഗവും വെള്ളീച്ച ശല്യവും ചിത്രകീടത്തിൻ്റെ ഉപദ്രവവും. ഇതിൽ വഴുതന, തക്കാളി, പച്ചമുളക് എന്നീ ചെടികളിലാണ് വെള്ളീച്ച ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിനുള്ള കാരണങ്ങളും അതിനെ തടയുന്നതിനുള്ള മാർഗങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതുപോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്കറിയാവുന്ന ചെറിയ ചെറിയ അറിവുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു തക്കാളി ചെടി പൂവിടുന്നത് വരെ വളർന്നു വന്നിട്ട് അതിന് പെട്ടെന്ന് കാണുന്ന ഒരു രോഗമാണ് വാട്ടരോഗം. ഇതോടുകൂടി ചെടി പൂർണ്ണമായും നശിച്ചു പോകുന്നു. അതുപോലെ തന്നെ തക്കാളി ചെടിയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ് ഇലപ്പുള്ളി രോഗം, ഇല ചുരുളിപ്പ്, ഇലയുടെ മഞ്ഞളിപ്പ്, ഇലയ്ക്ക് കട്ടി വയ്ക്കുക എന്നിവ. വെള്ളീച്ച ശല്യം, ചിത്രകീടത്തിൻ്റെ ഉപദ്രവം എന്നിവയും കണ്ടുപോകുന്നു. തക്കാളിയിലെ ചിത്രകീടം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു പ്രാണി ഇലകളിൽ മുട്ട നിറച്ച് വയ്ക്കുകയും അതിൽ നിന്ന് വിരിഞ്ഞു വരുന്ന പുഴുക്കൾ അതിൻ്റെ ഹരിതകം തിന്നു തീർക്കുകയും ചെയ്യുന്നതിനാണ്. ഇതുമൂലം ഇലകൾ അതിവേഗം ഉണങ്ങിപ്പോകാൻ ഇടവരുന്നു, വിളവ് കുറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊരു പരിഹാരമായിട്ട് മഞ്ഞക്കണി സ്ഥാപിക്കുക, പൂക്കൾ വിരിയുന്ന ചെടികൾ ഇടയ്ക്ക് നട്ടുകൊടുക്കുക, അതായത് ബന്ധിച്ചെടികൾ നട്ടുകൊടുക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ കൃഷിയിടങ്ങളിൽ ചുറ്റുമുള്ള കളകളൊക്കെ നീക്കം ചെയ്ത് സ്വയം മുളച്ച് വരുന്ന ചെടികളും നീക്കം ചെയ്ത് കളയണം അപ്പോൾ തന്നെ. അതുപോലെ മണ്ണിൽ ഈച്ചകളുടെ പ്രജനനം തടയുന്നതിനായിട്ട് ചെടികളുടെ ചുറ്റും പുത ഇട്ട് കൊടുക്കുകയും ചെയ്യും. ചെടികൾ നടുന്ന സമയത്ത് സ്യൂഡോമോണസ് ലായനിയിൽ അല്പനേരം മുക്കി വെച്ചിട്ട് നടുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ സ്യൂഡോമോണസ് ലായനി ചെടികളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യണം. വേപ്പെണ്ണ മിശ്രിതം ഇടയ്ക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് തടങ്ങളിൽ വിതറുന്നതും വളരെയധികം ഫലപ്രദമാണ്. വേനൽക്കാലത്ത് ചെടികൾക്ക് നന്നായിട്ട് പുത ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. വെള്ളീച്ചകളെ ഓടിക്കാനുള്ള മറ്റൊരു മാർഗമാണ് കഞ്ഞിവെള്ളം നേർപ്പിച്ചൊഴിക്കുക എന്നത്. തലേദിവസത്തെ കഞ്ഞിവെള്ളമായാൽ വളരെ നല്ലത്. കഞ്ഞിവെള്ളം നേർപ്പിച്ചതിനകത്ത് ഒരല്പം ചാരം ഇട്ട് അതിൻ്റെ തെളിയാണെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെയാണ് തക്കാളി ചെടിയെ സംരക്ഷിച്ച് നിർത്താനുള്ള പ്രധാന മാർഗങ്ങൾ. ചില സമയങ്ങളിൽ പയർ വർഗ്ഗത്തിൽപ്പെട്ട ചെടികളിലും ചിത്രകീടത്തിൻ്റെ ഉപദ്രവം കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.